ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു വിഷു ദിവസത്തെ വ്ളോഗ് കാണാം അല്ലേ. വിഷു ഒക്കെ കഴിഞ്ഞ് കുറച്ചധികം ദിവസമായി, പക്ഷെ ഇതൊന്ന് എഡിറ്റാക്കി അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ് കിട്ടിയത്. ഏപ്രിൽ 15, 2026 പുലർച്ചെ 4:30 AM. അമ്മയും അച്ഛനും ഉണർന്നു, വിളക്ക് തെളിയിച്ചു. അവർ കണി കണ്ടതിന് ശേഷം ആദ്യം ചേട്ടനെ വിളിച്ചുണർത്തി. ചേട്ടൻ കണി കണ്ട ശേഷം എന്നെ വിളിച്ചു, ഞാനും കണി കണ്ടു. ഇപ്പോൾ ദാ അമ്മ അപ്പൂനെ ഉണർത്തി അവനെയും കൂടെ കണി കാണിച്ചിട്ട്. ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ വിഷുക്കണി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വർഷം വിഷുക്കണിയായിട്ട് ആദ്യം കണ്ടത് എൻ്റെ ഭർത്താവിനെയാണ്. അമ്മ വന്ന് ചേട്ടനെ പതുക്കെ വിളിച്ചുണർത്തിയപ്പോൾ കണ്ണ് തുറന്നത് ഞാനായിരുന്നു. കണ്ണ് തുറന്ന് നോക്കിയതാണെങ്കിലോ ആളുടെ മുഖത്തും. തിരിച്ചും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞങ്ങളിത് ഓരോരുത്തരായിട്ട് കൈനീട്ടമൊക്കെ വാങ്ങിച്ചു. എൻ്റെ വലിയേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ, അതായത് എൻ്റെ വലിയച്ഛൻ്റെ മോൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിഷു ഈ വർഷം അടിപൊളിയാണ്. കാര്യം ആളുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ്, ഇതാ ഇഷ്ടം പോലെ പടക്കം വാങ്ങിച്ച് അവിടെ പൊട്ടിക്കലാണ്. അപ്പം അവിടെ കിച്ചും കുട്ടേട്ടനും കൂടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങിച്ച ശേഷം നേരെ അങ്ങോട്ട് പോയി കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നു. ആരും പേടിക്കണ്ട, ഇത് പിള്ളേച്ചൻ കണി കാണിച്ചതല്ല. വാവ അവൻ്റെ അച്ഛൻ്റെ ടീഷർട്ട് ഇട്ടിട്ടാണ് രാത്രി കിടന്നുറങ്ങിയത്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ട്രൗസറും കൂടി ഇട്ടിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ടീഷർട്ട് പൊക്കി കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെ കണി കണ്ട ശേഷം വല്യച്ഛൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ നിന്നും കൂടെ കണി കണ്ട് ഓരോരുത്തരായിട്ട് കൈനീട്ടം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷുക്കണി. എല്ലാ വർഷം വിഷുവിനും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ആദ്യം വീട്ടിലെ കണി കാണും, പിന്നെ അത് കഴിഞ്ഞ് വല്യച്ഛൻ്റെ വീട്ടിലെ കണി കണ്ട് അവിടെ നിന്നും കൈനീട്ടം വാങ്ങിക്കും. തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. വാവയ്ക്ക് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള പടക്കങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവന് പൊട്ടിക്കാനായിട്ട് കുറച്ച് പൂത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ അച്ഛൻ. അപ്പോൾ കണി കണ്ട് നേരെ പോയി കിടന്നുറങ്ങിയിരുന്നു. കൈനീട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വല്യച്ഛൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും വാവ വന്ന് അവനെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൂന് കൈനീട്ടം കൊടുത്തു. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഒരുവിധം സെറ്റായ ശേഷം ചേട്ടൻ നേരെ ആളുടെ വീടിനടുത്തുള്ളൊരു ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെ വീടിനടുത്തുള്ള എല്ലാവരും ചേർന്ന് ഗ്രൗണ്ടിൽ പടക്കം പൊട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാ. മകനെ കല്യാണച്ചക്കൻ കൊടുക്കാൻ പോണു. ഒന്ന് പോയി അങ്ങോട്ട് നടക്കേ, അവിടെ സെറ്റ് ചെയ്യും. നിങ്ങളൊക്കെ ഒരു ഫോട്ടോ കള്ളന്മാരെ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. നമുക്ക് പോവാ, ഹാപ്പി വിഷു പറഞ്ഞിട്ട് പോവാ. വൈശാണില്ലേ അതെ, ചിരിച്ചിട്ട് പറയും, ഈ വണ്ടി പറയും ഹാപ്പി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞങ്ങളിവിടെ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് എങ്ങോട്ടാണെന്നോ വാൽപ്പാറയ്ക്ക്. കുറേ പേരുടെ സ്റ്റാറ്റസിലും സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല. കുട്ടേട്ടൻ, അനിത ചേച്ചി, മക്കള്, ഞാനും ചേട്ടനും, ഞങ്ങൾ 6 പേരാണ് പോകുന്നത്. അപ്പൂനെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ച് അവനോട് ചോദിച്ചു, പക്ഷെ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവനിന്ന് ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞു. അവൻ്റെ US കലണ്ടർ ആയതുകൊണ്ട് തന്നെ വിഷു, ഓണം ഇതൊന്നും അവർക്ക് ബാധകമല്ല ഗൈസ്. എന്തിനാണ് ഈ വേനൽക്കാലത്ത് വാൽപ്പാറയ്ക്ക് പോകുന്നതെന്ന് ഞങ്ങളോട് ആരും ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുള്ളിച്ചാടി നല്ല ആവേശത്തിലായിരുന്നു പോയത്. കേരള തമിഴ്നാട് ബോർഡർ ആയപ്പോൾ ഇതുപോലെ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് പറ്റി. പറമ്പിക്കുളം ഓർ വാൽപ്പാറ ഏതെങ്കിലും ഒരെണ്ണം ആയിരുന്നു ഓപ്ഷനിലുണ്ടായിരുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി പറമ്പിക്കുളത്തെക്കാളും കൂടുതൽ കാഴ്ചകൾ കാണാനുള്ളത് വാൽപ്പാറയിലാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ തീരുമാനിച്ചു. കാറിനകത്തിരുന്ന് AC ഓൺ ചെയ്ത് കാഴ്ചകൾ കാണുമ്പം നല്ല രസമായിരുന്നു. അൺടിൽ ഞങ്ങളിവിടെ എത്തിച്ചേരുന്നത് വരെ. ഇതെന്ത് ഡാമാണെന്ന് ഞാൻ സത്യമായിട്ടും മറന്നുപോയി. ഏതായാലും നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട്. ഇത് മലമ്പുഴയൊക്കെ പോലെ തന്നെ ഒരു പാർക്കാണ്, ഡാം പ്ലസ് ഒരു പാർക്ക്. ഇവിടെ എത്തി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സ്റ്റോറി ആകെ മാറി. ഞങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നാണ് പിന്നെ തോന്നിയത്. ഇതാണ് കേട്ടോ ആ പാർക്ക്. ആ ബോർഡ് കണ്ടല്ലോ, അപ്പോൾ ഇതാണ് ആളിയാർ ഡാം. കാണാനൊക്കെ ഏകദേശം മലമ്പുഴ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിനും മാത്രം പച്ചപ്പും ആക്ടിവിറ്റീസും
കാര്യമായ തണലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ശരിക്കും വരാനായിട്ട് ആപ്റ്റായിട്ടുള്ളത് വൈകുന്നേരങ്ങളിലാണ്. ഈ കൊടും വെയിലത്ത് പാലക്കാട് നിന്നും വണ്ടിയെടുത്ത് തമിഴ്നാട് വന്ന് വെയിൽ കൊള്ളുന്ന ഞങ്ങളാണ് ഈ യഥാർത്ഥ മണ്ടന്മാർ. വാട്ടെവർ, ഇവിടെ എത്തി കുറച്ചു നേരം തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തു. കുട്ടേട്ടനാണെങ്കിൽ നിർബന്ധം ഡാമിൻ്റെ മുകളിലേക്ക് കയറണമെന്ന്. ഒരു ക്യാപ്പോ കാര്യങ്ങളോ സൺസ്ക്രീനോ ഒന്നും എടുക്കാതെ ഞങ്ങൾ മേളിലേക്ക് കയറി. കുറച്ച് പേരൊക്കെ അവിടെ കുടയും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറുന്നുണ്ടേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വാട്ടർ ലെവലിൻ്റെ ഒരു 50% പോലും ഇവിടെ വെള്ളം ഉണ്ടായില്ല. കൂടാതെ ഒടുക്കത്തെ ചൂടും. സ്റ്റെപ്പ് കയറിയതിൻ്റെ 100 ഇരട്ടി വേഗതയിൽ വാവ താഴത്തേക്ക് ഓടി. ഒരു തണൽ തേടി ഓടുന്നതാണ് കേട്ടോ പാവം. ഞങ്ങളും പെട്ടെന്ന് തന്നെ താഴത്തിറങ്ങി. പിന്നെ ഈ ഒരു ഊഞ്ഞാല് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിൽ കുറച്ചു നേരം കയറി. അതിനുശേഷം ഒരു തണലത്ത് വന്നിരുന്നു. എത്ര വെള്ളം കുടിച്ചിട്ടും ആർക്കും മതിയാവുന്നുണ്ടായിരുന്നില്ല. അതിന് മാത്രം ഇപ്പം തന്നെ ടയേർഡായിട്ടുണ്ടായിരുന്നു. വാൽപ്പാറയിലെ ക്ലൈമറ്റ് മാത്രം നോക്കി വന്ന ഞങ്ങൾക്ക് തെറ്റി. കൂട്ടത്തിൽ ഈ ആളിയാർ ഡാമിൻ്റെ പരിസരത്തുള്ള ടെമ്പറേച്ചറും കൂടെ ഞങ്ങൾ നോക്കണമായിരുന്നു. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വിഷുവിൻ്റെ ഒന്ന് കാലത്ത് എങ്ങോട്ടെങ്കിലും പോവാമെന്ന് ചോദിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തു. ഇനി വാൽപ്പാറയിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങോട്ട് കയറണമെങ്കിൽ തമിഴ്നാടിൻ്റെ എന്തൊക്കെയോ പാസ് ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതവിടെ ചെക്കിങ്ങിലുള്ള ആളുകളോട് സംസാരിച്ചപ്പം അവർ തിരിച്ചു വരുന്ന വഴിക്ക് എടുത്താലും മതിയെന്നും പറഞ്ഞു. സോ ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്തു. ഇപ്പോൾ കണ്ട ഡാമിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ അത്. ഇത്ര വെള്ളം ആകെ ആ ഡാമിലുള്ളൂ. ഇനി നമുക്ക് 40 ഹെയർ പിൻ ബെൻസ് കയറണം. 40 എണ്ണം കയറിക്കഴിഞ്ഞാലാണ് നേരെ മേളിലേക്ക് എത്തുന്നത്. മേളിലേക്ക് കയറുന്തോറും ചൂട് കുറഞ്ഞു വരുന്നുണ്ട്. നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു കാണാനായിട്ട്. ആക്ച്വലി ഞങ്ങൾ വാൽപ്പാറയ്ക്ക് പോയി വന്ന് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു വാൽപ്പാറയിൽ വാഹനാപകടം ഉണ്ടായത്. ക്ലൈമറ്റ് നല്ല രീതിക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട്. അതായത് വെയിലുള്ള പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പക്ഷേ ചൂടൊട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ കാര്യമായിട്ട് വലിയ തണുപ്പ് എന്ന് പറയാനും കൂടെ ഉണ്ടായിരുന്നില്ല. ഒരു മീഡിയം ടെമ്പറേച്ചർ ആയിരുന്നു. ഓരോ ഹെയർ പിൻ ബെൻഡിലും കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപകട മേഖലയാണെന്നുള്ളതൊക്കെ. ഇങ്ങനെ ദൂരത്തുനിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് കുറച്ച് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങാനായിട്ട് പറ്റും. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റോഡാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്പോട്ട്സ് കുറേ സ്ഥലങ്ങളിലായിട്ട് കിട്ടും. അതുപോലെ തന്നെ കയറുന്ന വഴികളിൽ ടീ, കോഫി പൗഡറൊക്കെ വിൽക്കുന്ന സ്റ്റോൾസും ഷോപ്സും, അതുപോലെ തന്നെ നമുക്ക് ചായ കുടിക്കാനും ചോളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കയറുന്ന വഴിക്ക് ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി. എന്നിട്ട് കുറച്ച് പിക്സൊക്കെ എടുത്തേ. ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ വണ്ടിയുടെയും കുറച്ച് പിക്സും വീഡിയോസൊക്കെ എടുത്തു. വീണ്ടും അവിടുന്ന് വണ്ടി എടുത്തു. കിച്ചൊക്കെ മേളിലെത്തുമ്പോഴത്തേനും ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഒരു ടൗൺ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്തെത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് കയറി. രാവിലെ നേരത്തെ എണീറ്റത് കൊണ്ട് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പ്ലസ് ടയേർഡാണ്. വെയിൽ കാര്യങ്ങൾ ഡീഹൈഡ്രേറ്റും ഒക്കെ ആയിട്ട് വയ്യായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടേ. ചേട്ടനും കുട്ടേട്ടനും മീൽസാണ് വാങ്ങിച്ചത്. ബാക്കി ഞങ്ങൾ 4 പേരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചിക്കനൊക്കെയുള്ള നല്ല അടിപൊളി ബിരിയാണി കഴിച്ചപ്പം ഒന്നും കൂടെ ടയേർഡായി. ഒന്നും കൂടെ ഉറക്കം വന്നു തുടങ്ങി. കുറച്ചുകൂടെ ഡ്രൈവ് ചെയ്ത് കുറച്ച് സീനറീസും കാര്യങ്ങളൊക്കെ കണ്ട് വേറൊരു സ്ഥലത്തെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് മേളിലേക്ക് കയറി. കുട്ടേട്ടൻ വന്നില്ല, വണ്ടിയിൽ തന്നെ ഇരുന്നു. ഞങ്ങൾ മാത്രമാണ് മേളിലേക്ക് കയറിയത്. ഇനി ഇത് കഴിഞ്ഞ് നേരെ ഷോളയാർ എന്ന് പറയുന്ന ഡാമിലേക്ക് പോകാനാണ് പ്ലാൻ. ഇത് നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ വാവയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസും പിക്സൊക്കെ എടുത്തേ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ മരത്തിൻ്റെ മേളിലായിട്ടൊരു കുരങ്ങനെ കണ്ടു. അപ്പോൾ അത് നോക്കി അങ്ങനെ നിന്നു.
പിന്നെ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് പോവാൻ ഉദ്ദേശിച്ചത് ഷോളയാർ ഡാമിലേക്കായിരുന്നു. കേരളത്തിൽ നിന്ന് KSRTCയുടെ ഉല്ലാസയാത്രയ്ക്കായിട്ട് കുറേ പേര് വാൽപ്പാറയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വണ്ടിയും കൂടെ കണ്ടു. അവരവിടെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുകയാണ് കേട്ടോ. ഒരു തണൽ കണ്ടപ്പം വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി നോക്കി. ഇതാണ് ഡാം. ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളി വെയിലും. അപ്പം ആലോചിച്ചു ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങണോ വേണ്ടേന്നൊക്കെ. ആലോചിച്ച് ക്ഷീണിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. ഇവിടെയാണെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ, ചോളം, പിന്നെ സോഡ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചേ. ഇവിടുത്തെ വെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മതിയായി, തിരിച്ചു പോവാന്നുള്ള മൈൻഡായി. വന്നതിന് പിന്നെ ഡാം കുറച്ച് മേളെന്ന് മാത്രം കണ്ടിട്ട് ഞങ്ങൾ താഴത്തേക്ക് വീണ്ടും ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴത്തേനും നേരത്തെ കണ്ട KSRTCയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ വഴിയിൽ കൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഡാമിൻ്റെ മേൽവശത്തെത്താനായിട്ട് പറ്റും. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാമും അതുപോലെ തന്നെ താഴത്തുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ പാലക്കാടിലെ വെയിലൊന്നും ഒന്നുമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ വെയിലും ഒരു മാതിരി ചൂടും ഒക്കെയായിരുന്നു. ഇവിടെ ഷോളയാർ ഡാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് തന്നെ ഡാം കണ്ട് തിരിച്ചു പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം താഴത്തേക്ക് ഇറങ്ങിപ്പോയി ഈ കാണുന്ന വെയിൽ മുഴുവൻ കൊള്ളാനുള്ള ശേഷി ഞങ്ങൾക്ക് ഒട്ടുമില്ല. ഇതാണ് ഡാമിൻ്റെയൊക്കെ അവസ്ഥ. വെള്ളം ആകെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ട ആളിയാർ ഡാമിലാണെങ്കിലും ഇപ്പോൾ കാണുന്ന ഷോളയാർ ഡാമിലൊക്കെ ആണെങ്കിലും വെള്ളം കുറവാണ്. ഈ കാണുന്നതാണ് പാർക്ക്. കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ വലുതായിട്ട് തണലുണ്ടെന്നും തോന്നുന്നില്ല. ഇതാണ് വെള്ളത്തിൻ്റെയൊക്കെ അവസ്ഥ. തോണിയൊക്കെ വെള്ളത്തിലല്ല, കരയിൽ നിൽക്കേണ്ട സിറ്റുവേഷനാണ്. അതിന് മാത്രമേ ഉള്ളൂ. പിന്നെ വാട്ടർ ലെവലിൻ്റെ ഒരു ഏത് ഭാഗത്തും എത്താത്ത അവസ്ഥയിലാണ് വെള്ളമൊക്കെ. അത് ഇത്രയും പോലും വെള്ളമില്ല കേട്ടോ. ആ പച്ചപ്പ് കാണുന്ന ആ ഭാഗം വരെ വെള്ളം നിറയുന്നതാണ് ഇവർ ഇവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു മഴക്കാലത്ത് വന്നിട്ട് ഇവിടുത്തെ വെള്ളം, ഡാം കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാം. തൽക്കാലം നമുക്ക് ഈ വെയിലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അവിടുത്തെ ദാഹം മാറ്റാനായിട്ട് കുറച്ച് തണുത്ത വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വരുന്ന വഴിക്ക് ഇവിടെ തിരുവിഴ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആഘോഷം നടക്കുന്നുണ്ട്. ഇവിടുത്തെ നാട്ടിലെ ഉത്സവമാണേ. ആദ്യം കുറേ നേരം ബ്ലോക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പതിയെ വണ്ടി കടത്തിവിടാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങിയത്. കുറച്ചടുത്തെത്തിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞങ്ങളും കൂടി കണ്ടു. ഇതൊക്കെ എന്തുതരം ആചാരങ്ങളും വിശ്വാസങ്ങളും ആണെങ്കിലും എനിക്കൊന്നേ പറയാൻ തോന്നിയുള്ളൂ, വിദ്യാഭ്യാസമില്ലായ്മ. വിശ്വാസങ്ങളും ഭക്തിയും എല്ലാം മനുഷ്യർക്ക് വേണം, ഓക്കെ ഫൈൻ. പക്ഷേ എയറിൽ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയെ ഓർത്താൽ ഇതിന് എന്തുതരം ആചാരം എന്നാണ് വിളിക്കാനായിട്ട് പറ്റുക? അതുമാത്രമല്ല കേട്ടോ, പിന്നെ നടു റോട്ടിലിട്ട് പടക്കം പൊട്ടിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുക കൂടെ വരെ ചെയ്യുന്നുണ്ട്. ഈ നടന്നു പോകുന്നവരല്ല, ഒരു 16-17 വയസ്സൊക്കെയുള്ള ചെറിയ പയ്യന്മാര് ഞങ്ങളുടെ കാറിന്റെ തൊട്ട് ബാക്കിലായിട്ട് പടക്കം വെച്ച്. ഞങ്ങൾക്കാണെങ്കിൽ ബ്ലോക്ക് കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നില്ല. ഇതുപോലെ തന്നെ അതിൽ പാസ് ചെയ്ത് പോകുന്ന വണ്ടികളിലൊക്കെ അവന്മാർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന 1-2 കാറിലേക്ക് പടക്കം പൊട്ടിച്ച് ചെറിയ ഭാഗങ്ങൾ അതിന്റെ കാറിനകത്തേക്ക് വീഴുകയും ചെയ്ത്. എങ്ങനെയാണ് മറ്റുള്ളവർ യാതൊരു മടിയും കൂടാതെ അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലും കൂടാതെ ഇത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ടെവർ, നമ്മൾ ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേളിലുണ്ടായിരുന്ന തണുപ്പൊക്കെ നല്ല രീതിക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ക വെയിലും ചൂടും മാത്രമായിട്ടുണ്ട്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് മാനാണോ എന്നറിയില്ല, ഇങ്ങനൊരു ജീവനെയും കൂടെ കണ്ടു. ഏകദേശം സന്ധ്യയൊക്കെ ആയപ്പോൾ നമ്മൾ പാലക്കാട് എത്താറായിട്ടുണ്ട്. തമിഴ്നാട് ബോർഡറൊക്കെ എത്തി. അപ്പോൾ എല്ലാവർക്കും ഒരു ചായ വേണം. അങ്ങനെ ചായ കുടിക്കാനായിട്ട് നിർത്തി. വാവയ്ക്ക് ചായ വേണ്ട, അവന് ഓറിയോ ഷെയ്ക്കാണ് അവൻ വാങ്ങിച്ചത്. ചായക്ക് മുന്നേ ആദ്യം ഈ കേക്ക് കൊണ്ടുവന്നു. പിന്നെ ആരും ചായക്ക് വെയിറ്റ് ചെയ്യാതെ വേഗം സ്വന്തം വിശപ്പ് തീർക്കാനായിട്ട് നോക്കി. അങ്ങനെ ഇന്നത്തെ വിഷു വാൽപ്പാറയിലാക്കി. എൻ്റെ വിഷു പീരിയഡ്സ് നോക്കിയത് കൊണ്ട് തന്നെ എനിക്ക് അമ്പലത്തിൽ പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വിഷമം നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വാൽപ്പാറയ്ക്ക് വരുന്നത്. പക്ഷേ ഇനി ഒരു വട്ടം വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ടേ വരുള്ളൂ. കാരണം സീസൺ നോക്കിയിട്ടേ വരുള്ളൂ. മഴക്കാലമാണോ വേനൽക്കാലമാണോ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ഗൈസ്. വേനൽക്കാലത്ത് വന്നാൽ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. വരിക, വെയിൽ കൊള്ളുക, തലവേദന എടുക്കുക, ടയേർഡാവുക, തിരിച്ചു പോവുക, അത്രയേ ഉണ്ടാവുള്ളൂ.
പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ ട്രിപ്പ് മെമ്മറബിൾ തന്നെയാണ് കേട്ടോ. സമയം ഏകദേശം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ വീടെത്തിയപ്പം 8:30 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും എൻ്റെ ഫോണിലെ ചാർജ് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് വീടെത്തുമ്പോഴത്തേനും വരെയുള്ള ഫുൾ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.